പരുമല വന്ന വേറൊരു അച്ഛനുണ്ട്, വടക്കോട്ട് പോയ വേറൊരു അച്ഛനുണ്ട്. ആ ഭാവതിരുമേനി അവരുടെ മുമ്പിൽ കുമ്പസാരിക്കുമായിരുന്നു. അവർ സാധാരണ അച്ഛന്മാരാണ്, നല്ല പ്രായമുള്ള അച്ഛന്മാർ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു. അപ്പം നമുക്ക് ഈ കുമ്പസാരത്തിനകത്തൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ. ആത്മാവ് സംസാരിക്കുന്ന വ്യക്തികളുമായിട്ട്, അതാണ് എബ്രായ ലേഖനം 13-17 പറയുന്നത്. അതാണ് കോൺഫിഡൻസ് ഇൻ യുവർ ലീഡർ, സ്പിരിച്വൽ ലീഡർ. നിങ്ങളെ ആത്മീയമായി നയിക്കുന്നവരുടെ മേൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മളിപ്പം എന്നെപ്പോലുള്ളൊരു ഭാവിയായ മനുഷ്യൻ, നമ്മുടെ ഭാഗത്തും ബലഹീനതകളുണ്ടാവും. ചിലപ്പം ഒരു അനൗൺസ്മെൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എൻ്റെ മുഖത്തുമൊക്കെ ചിലപ്പം ഒരു ബലഹീനത വന്നു പോകാം. പക്ഷേ നാല് പേരുടെ മുമ്പ് വെച്ച് അത് തുറന്നു കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതല്ല. തിരുത്താൻ നമുക്ക് ദൈവകൃപയുണ്ടെങ്കിൽ, അച്ഛൻ ഇന്നൊരു പ്രശ്നമുണ്ട്, അച്ഛൻ അതിങ്ങനെ ചെയ്യണം, അങ്ങനെ എത്രയോ പേര് പറഞ്ഞതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ അച്ഛനായതിനു ശേഷം എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേര് ഓരോ പള്ളികളിലും. അച്ഛൻ ഇന്നത്തെ പ്രസംഗത്തിൽ ഇന്ന നല്ല കാര്യമുണ്ട് അച്ഛൻ, എന്നാൽ അച്ഛൻ പറഞ്ഞ് ഇന്ന വാക്ക് തെറ്റി, ഇന്ന വാക്ക് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തന്ന എത്രയോ പേരുണ്ട് മുമ്പേ. ആത്മീയമായി നമ്മളെ നയിക്കുന്ന ഒരു നല്ല പിതാക്കന്മാരുണ്ടാകും. അവിടെയാണ് പറഞ്ഞത് സബ്മിറ്റ് ടു ദി അതോറിറ്റി. അത് അവരെ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അവർ പറയുന്നതാണ് അവരുടെ ആത്മാക്കളുടെ മേൽ ജാഗരിക്കുന്നവരായിരിക്കുന്നുള്ളതാണ്. അതാണ് ഈ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അവർ ആത്മാക്കൾ, ഇപ്പം ഞാൻ എൻ്റെ നമസ്കാരത്തിൽ ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചെമ്പൂർ എല്ലാ വീടുകളിലൊന്നും കുറച്ച് വീടുകളൊക്കെ കയറുള്ളൂ, ഇനി മഴ കഴിഞ്ഞ് ബാക്കി എല്ലാവരെയും കാണണം. പക്ഷേ എല്ലാവരെയും ഓർക്കാതെ എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുമോ? എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും കോമൺ ആയിട്ടാണെങ്കിൽ പോലും ദൈവമേ എന്നെ ഏൽപ്പിച്ച എല്ലാ ആത്മാക്കളെയും കർത്താവ് ഈ പകൽക്കാലം ഒക്കെ കാക്കണം. അവർ പോകുന്ന വഴികളിൽ, ജോലി സ്ഥലങ്ങളിൽ, ആയിക സ്ഥലങ്ങളിൽ ഒക്കെ കർത്താവിന് പരിപാലിക്കണം എന്ന് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും. നമ്മുടെ ചുമതലയല്ലേ. അതാണ് പൗലോസ് പറയുന്നത്, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ് അവർ. സോ അത് സ്പിരിച്വൽ ഗൈഡൻസ് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ നല്ല അപ്പച്ചന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എല്ലാ കാലം നടക്കണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ വലിയ അപ്പച്ചന്മാരുണ്ട്. അവരോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇതൊക്കെ ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഇന്നത്തെ കാലമൊന്നല്ല, കാലങ്ങൾ മാറിപ്പോയി. ഇത് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലമാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ കോൺഫിഡൻസ് എല്ലാവർക്കും ആവശ്യമാണ് സഹോദരങ്ങളെ, ഈ ഒരു കൂട്ടായ്മ. നമുക്ക് ആത്മീയമായ അടുപ്പമുള്ള അല്ലെങ്കിൽ ആത്മീയ ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നല്ലവരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ബലഹീനരായതുകൊണ്ട് എല്ലാവരോടും നമുക്ക് കയറി അങ്ങ് അതുപോലെ ബന്ധപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ 4 പേർ കൂടുമ്പം കുശൂശുപ്പും കൂട്ടായ്മയും പറയരുത്. ആ ആത്മീയ ചൈതന്യം ഉള്ളവർ അന്യോന്യം, പൗലോസ് പറഞ്ഞ അന്യോന്യം നിങ്ങൾ സഹായിക്കണം. ആത്മീയ വർധനയ്ക്കായിട്ട് അന്യോന്യം ശ്രമിപ്പിക്കുന്നതാണ് പറയുന്നത്. 6-ാമത്തെ കാര്യം ലിറ്റർജിക്കൽ ലൈഫാണ്. അത് അപ്പസ്തോലിക കാലം മുതൽ, അപ്പസ്തോല പ്രവൃത്തി 2-ാം അധ്യായം 42 വായിക്കുന്നു. അവർ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ ഒരുമിച്ച് വന്നു, അവർ സ്തോത്രം ചൊല്ലി, അവർ പ്രാർത്ഥിച്ചു, അവർ അപ്പം നുറുക്കി, മേശയിൽ പങ്കെടുത്തു. അവിടെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കേട്ടു എന്നാണ്. അപ്പസ്തോലിക് ടീച്ചിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ ഉള്ള അപ്പം നുറുക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനം നുറുക്കി ജനത്തിന് നൽകുക. അതിന് വിശകലനം ചെയ്ത് അതെങ്ങനെ ചെയ്യണം? സഭ എങ്ങനെയാണ് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ വ്യാഖ്യാനിക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്ന ചില ചിന്തകൾ അതിൽ പറയാൻ പാടില്ല. അതേസമയം നമ്മുടെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന കാലികമായി തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമുക്ക് പറയാം. അതിനോട് വലിയ ഐതിഹ്യങ്ങളോ മറ്റു മതസംഹിതകളോ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവവചനം എങ്ങനെയാണ് സഭ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ വ്യാഖ്യാനിക്കും. അതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനം 95 സങ്കീർത്തനം 95-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? 95 വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക, നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ല. ദൈവത്തിൻ്റെ മഹത്വം ഓർക്കുമ്പോൾ ഈ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ മറക്കരുത്. പക്ഷെ നമ്മുടെ സഭ പഠിപ്പിക്കും, ഹാലലൂയ പറയണ്ടെന്ന് സഭ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഹാലലൂയ പറയാൻ നമ്മുടെ സഭ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ജോലി ഹാലേലൂയ
ഹാലേലൂയ. സഭയ്ക്ക് ഒരു പ്രത്യേക ആരാധന സംവിധാനമുണ്ട്. ആരാധനയോട് ഒരു മൂഡ് സഭ പ്രത്യേകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഹാലു 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 എന്നുള്ള രീതിയിലല്ല സഭ പഠിപ്പിക്കുന്നത്. പൗരസ്യ സഭകളെല്ലാം അവരുടെ ആരാധനാ രീതിക്ക് പ്രത്യേകമായൊരു കോണ്ടക്സ്റ്റിലാണ് അത് ഉപയോഗിക്കുന്നത്. സ്തോത്രം പറയുന്നില്ലേ, നിൻ സ്തുതിയും ഹാലേലുയായും കർത്താവ് നിർത്താതെ ചൊല്ലണമേ നമ്മൾ പാടും. അതെങ്ങനെയാണ് സ്തോത്രം ചൊല്ലേണ്ടതെന്ന് സഭ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയാണ്, ഈ സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ ചോദിക്കട്ടെ, നാമട്ടഹസിച്ച് പറയണം, ബാക്കി എന്തുവാ? പിതാവിനും പുത്രനും. നമ്മൾ എത്ര പേര് അട്ടഹസിച്ച് പറയുന്നുണ്ട്? അന്നേരം അട്ടഹസം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുവാ? ഏറ്റവും നമ്മുടെ കോൺഫിഡൻസോടെ പറയാണ്, പിതാവിനും പുത്രനും പരിശുദ്ധമായും വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനും ആകുന്നു ആദ്യം മുതൽ എന്നും എന്നേക്കും. നമ്മളൊന്ന് നമ്മുടെ ആരാധന ആലോചിച്ച് ഈ അടുത്ത ഞായറാഴ്ച നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ ശുശ്രൂഷക്കാരൻ പറയുന്നത് നാം അട്ടഹസിച്ച് പറയണം. അത് നമ്മുടെ ബേസിക്കായിട്ടുള്ള വലിയ പ്രൊക്ലമേഷനാണ്, നമ്മുടെ വലിയ പ്രഖ്യാപനമാണിത്. പക്ഷെ നമ്മൾ അതിനോട് വളരെ എന്നിട്ടാണ് പറയുന്നത്. വല്ലയിടത്തും ഹാളിൽ കേൾക്കുമ്പോൾ അത് പറയാൻ ചിലപ്പോൾ നമുക്കൊരു ടെൻഡൻസി വരും. ഇത് വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, 5 മിനിറ്റ് കൂടിപ്പോയി എങ്കിലും. റീഡിങ് ദ ഫാദേഴ്സ്, പിതാക്കന്മാരെ വായിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നവംബർ മാസത്തിൽ നമ്മുടെ തിരുമേനയുടെ പെരുന്നാൾ വരാൻ പോവാം. ഇതൊരു മിഷനായിട്ട് എടുക്കണം. പരുമല തിരുമേനയുടെ ജീവചരിത്രം ഈ പെരുന്നാളിന് മുമ്പ് വായിക്കണം. എത്ര പേര് വായിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. 12